അറഫാ ദിവസം പ്രാർത്ഥനയുടെ ദിവസമാണെന്ന് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ഖൈറായ ദുആ അറഫാ ദിവസത്തിലെ ദുആ ആകുന്നു. ഇത് ഹാജിമാർക്കും അല്ലാത്തവർക്കും ബാധകമാണ് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു ലാ ശരീക ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്കു, അവനാണ് ആധിപത്യം, വലഹുൽ ഹംദു, സർവ്വസ്തുതികളും അവനാണ്, വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ ദിക്റുകൾ യൗമു അറഫയുടെ ദിവസം നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫാ ദിവസം ധാരാളമായി ദിക്റ് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അറഫാ ദിവസം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വമേറിയ ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ. ഫഅക്സിറു ഫീഹിന്ന മിന തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, മറ്റൊരു റിവായത്തിൽ തസ്ബീഹുമുണ്ട്, സുബ്ഹാനല്ലാഹ്. ഈ ദിക്റുകൾ ഇതെല്ലാം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്, അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും അല്ലാഹുവിനാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ദുൽഹജ്ജ് 9 യൗമു അറഫയുടെ ദിവസം ഈ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ തൗഹീദിൻ്റെ ദിക്റുകൾ, ധാരാളമായി അല്ലാഹുവിനോട് ദുആ ചെയ്യൽ, ഇതെല്ലാം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ അനിവാര്യമാണ്. അതേപോലെ തന്നെ മറ്റ് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് ഈ ദിവസം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൽക്കർമ്മങ്ങളെ മറ്റേതൊരു ദിവസത്തേക്കാളും കൂടുതലായി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അന്ന് മറ്റ് എല്ലാ സൽക്കർമ്മങ്ങളും യൗമു അറഫയിൽ നമുക്ക് വർദ്ധിപ്പിക്കാം. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, യുസ്തഹബ്ബുൽ ഇക്സാറു മിൻ ഹാദി ദിക്രി വദ്ദുആ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ യൗമു അറഫയുടെ ദിവസം ധാരാളമായി വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ ഏറ്റവും ഖൈറായ ദുആ യൗമു അറഫയുടെ ദിവസമാണ്. ധാരാളമായി ദുആ ചെയ്യുക, നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഇണകൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടി, നമ്മുടെ ഉസ്താക്കന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും. അദ്ദേഹം പറയാണ്, വയജ്തഹിദു ഫീ ദാലിക്, വളരെ നന്നായി അധ്വാനിക്കുക. ഫഹാദൽ യൗമു അഫ്ളലു അയ്യാമിസ് സനഹ ലിദ്ദുആ, ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ദുആ, ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന ദുആക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് യൗമു അറഫ. ഈ ഒരു ചാൻസ് ആ ഒരൊറ്റ ദിവസമാണുള്ളത്. വഹുവ മുഅ്ളമുൽ ഹജ്ജി വ മഖ്സൂദു, ഹജ്ജിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. വൽ മുഅവ്വലു അലൈഹി ഫയംബഗി അൻ യസ്തഫ്രിഗൽ ഇൻസാനു വുസ്അഹു ഫി ദിക്രി വദ്ദുആഇ വഖിറാഅത്തിൽ ഖുർആൻ. ദിക്റുകൾ, ദുആകൾ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, വ അൻ യദ്ഉഅ ബി അൻവാഇൽ അദ്ഇയ, വ്യത്യസ്തങ്ങളായ ദുആകൾ, വയഅതി ബി അൻവാഇൽ അദ്കാർ, വ്യത്യസ്തമായ ദിക്റുകൾ, വയദ്ഉ ലിനഫ്സിഹി വവാലിദൈഹി വഅഖാരിബി, സ്വന്തത്തിന്, മാതാപിതാക്കൾക്ക്, കുടുംബക്കാർക്ക്, വമശായിഖിഹി, അവരുടെ ഷെയ്ഖുമാർക്ക്, വഅസ്ഹാബിഹി, അവരുടെ ആളുകൾക്ക്, വഅസ്ദിഖാഇഹി വഅഹ്ബാബിഹി, കൂട്ടുകാർക്ക്, പ്രിയപ്പെട്ടവർക്ക്, വസായിരി മൻ അഹ്സന ഇലൈ, നമുക്ക് നന്മ ചെയ്ത ധാരാളം ആളുകളുണ്ടാവും അവർക്ക്, വജമീഇൽ മുസ്ലിമീൻ, മറ്റു മുഴുവൻ മുസ്ലിമീങ്ങൾക്കും. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക, ഖുർആൻ ഓതുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഈ ദിവസത്തെ പരിപൂർണമായും ഉൾപ്പെടുത്തുക. അതോടൊപ്പം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ഖേദിച്ചു മടങ്ങുക, നരകമോചനം അല്ലാഹുവിനോട് ആവശ്യപ്പെടുക, സ്വർഗ്ഗപ്രവേശനം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുക. ആ ദിവസത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നുള്ളത് തൗഹീദ് തിരിച്ചറിയൽ തന്നെയാണ്, തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. എല്ലാ നിലക്കുമുള്ള ചെറുതും വലുതുമായ ശിർക്കുകളിൽ നിന്നെല്ലാം മുക്തരാവുകയും അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. ആ നിലക്കൊക്കെയാണ് അറഫാ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതേ സന്ദർഭത്തിൽ തന്നെ ആ ദിവസത്തിലെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. 2 വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ആ നോമ്പിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുക.